എല്ലാ വർഷവും ദേശീയ സംസ്ഥാന ഫിലിം അവാർഡ് വരുമ്പോൾ തർക്കങ്ങൾ വരാറുണ്ട്. കിട്ടുന്നവർക്ക് സന്തോഷം, കിട്ടാത്തവർക്ക് ദുഃഖം സ്വാഭാവികമാണ്. ഒരു മത്സരത്തിൽ അങ്ങനെ വരും. എല്ലാ മത്സരങ്ങളിലും ഒരു കോളേജിലെ ഒരു ചെറിയ കലാമത്സരം നടന്നാലും കിട്ടാത്തവർക്ക് സങ്കടം വരും. അത് പ്രയാസമുള്ള കാര്യമല്ല. പരീക്ഷയ്ക്ക് തോറ്റാൽ കുട്ടികൾ കരയും. പക്ഷേ കൊടുത്തവരെ സംബന്ധിച്ച് വിവാദം വളരെ വലിയ തോതിൽ വരും. ഇപ്രാവശ്യം പ്രകാശ് രാജ് വന്ന് കർണാടകത്തിൽ നിന്ന് ഇവിടെ വന്ന് തള്ളിമറിച്ച് യാതൊരു ഇടപെടലുമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ച്. എന്നാലും അതിനിടയിൽ വലിയ വിവാദമുണ്ടായി. സജി ചെറിയാൻ മന്ത്രിയുടെ ഒരു പ്രസ്താവനയുണ്ട്, വേടന് പോലും നമ്മൾ കൊടുത്തില്ല അവാർഡ് എന്ന് പറഞ്ഞാൽ ആർക്കും കിട്ടുന്നതാണ്, വഴിയെ പോകുന്ന ആർക്കും കിട്ടുന്നതാണ് ഈ അവാർഡ് എന്നുള്ള നിലയിൽ സജി ചെറിയാൻ പറഞ്ഞു. പിന്നെ അദ്ദേഹം തിരുത്തി. വയലാർ രാമവർമ്മ ഉൾപ്പെടെ, വയലാർ രാമവർമ്മയ്ക്ക് 1969 തുടങ്ങി, പിന്നെ ഭാസ്കരൻ മാഷ്, ശ്രീകുമാരൻ തമ്പി, വയലാർ, വീണ്ടും വയലാർ, പിന്നെ ഇങ്ങനെ ONV കുറുപ്പ്, കാവാലം, ബിച്ചു തിരുമല, ഡോക്ടർ മധു വാസുദേവ്, പിന്നെ അതുപോലെ തന്നെ കൈതപ്രം, ഗിരീഷ് പുലിയൂർ, ഗിരീഷ് പുത്തഞ്ചേരി, OV ഉഷ, പ്രഭാവർമ്മ, റഫീഖ് അഹമ്മദ്, പിന്നെ ഇങ്ങനെ തുടങ്ങി വളരെ വലിയ ഒരു ടീമിനാണ്. അതായത് സമൂഹത്തിൽ കലാ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് വലിയ സംഭാവന നൽകിയിട്ടുള്ള, സമൂഹത്തെ മാറ്റി തീർക്കുന്നതിൽ വലിയ റോൾ വഹിച്ചിട്ടുള്ളവർക്കാണ് 1969 വയലാർ രാമവർമ്മയിൽ തുടങ്ങി 2022-24 വരെ എത്തി നിൽക്കുമ്പോൾ അവാർഡുകൾ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അവാർഡ് കൊടുത്തിരിക്കുന്ന, ഗാനത്തിന് അവാർഡ് കൊടുത്തിരിക്കുന്ന ആളിന്റെ പാട്ട് കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ, കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. ഇങ്ങനെ ഈ ഗഞ്ചാവ്, കള്ള്, സ്ത്രീ പീഡനം, ലൈംഗിക ആരോപണം, ഇങ്ങനെ ഒരുപാട് കേസുകളിൽ പെട്ടിരിക്കുന്ന വേടനാണ് അവാർഡ് കൊടുത്തത്. വേടൻ ദളിതനായി, അതുകൊണ്ട് അവാർഡ് കൊടുക്കണ്ട ഒന്നുമില്ല. ദളിതന്മാർക്ക് അഭിനയിച്ചാൽ അവാർഡ് കൊടുക്കണം, തീർച്ചയായും അവാർഡ് കൊടുക്കണം. സാഹിത്യത്തിനാണ് അവാർഡ്, ഗാനത്തിനാണ് അവാർഡ്, തീർച്ചയായിട്ടും അവാർഡ് കൊടുക്കണം. പക്ഷേ 2021 വിജയബാബു ലൈംഗിക ആരോപണത്തിലുണ്ട് എന്ന് പറഞ്ഞ്, സംവിധായകൻ വിജയബാബു ലൈംഗികനുണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഹോം എന്ന ചിത്രത്തിൽ പിന്നെ ഇന്ദ്രൻസിൻ്റെയും മഞ്ജു പിള്ളയുടെ അവാർഡ് നിഷേധിച്ചു. കുടുംബത്തിൽ ഒരാൾ, അന്ന് ഇന്ദ്രൻസ് വളരെ അതിവൈകാരികമായി വന്ന് പറയുകയും ചെയ്തു ചാനൽ കേൾക്കുമ്പോൾ, എൻ്റെ വീട്ടിൽ അല്ലെ ഒരു കുടുംബത്തിൽ ഒരാൾ തെറ്റ് ചെയ്തു എന്ന് വെച്ച് കുടുംബത്തിലെ മുഴുവൻ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. മാത്രമല്ല വിജയബാബുവിൻ്റെ അത് തെളിയിക്കപ്പെട്ടു പോലുമില്ല, ഒരു ആരോപണം മാത്രമാണ്. എന്നിട്ടും ലൈംഗിക ആരോപണത്തിൽ വന്നു എന്ന് പറഞ്ഞിട്ട് വിജയബാബുവിന്റെ ചിത്രത്തിൽ ആരെയും പരിഗണിച്ചില്ല. എന്നാൽ ഇവിടെ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളിന് അവാർഡ് കൊടുത്തു. അത് പോട്ടെ, അവാർഡ് കൊടുത്തതിൻ്റെ കാര്യം, പാട്ട് കേട്ടാൽ എന്തൊരു പാട്ടാണ്. നിന്നെ എനിക്ക് മിസ്സായടാ, ഞാൻ പിന്നെ മറ്റുള്ളവരുടെ കൂടെ പോകൂടാ എന്ന് പറയുന്നതാണ് ഈ കാലത്തെ ലവ് സോങ്, അല്ലെ പ്രണയഗാനം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ വെറുതെയാണെങ്കിലും ഞാൻ മോഹിച്ചു പോയി എന്നൊക്കെ പറയുന്ന ONV കുറുപ്പിനെ പോലെയുള്ള ആളുകൾ എഴുതുന്ന കവിതയുടെ കാലം മാറി. നൊസ്റ്റാൾജിയയുടെയും പ്രണയത്തിൻ്റെയൊക്കെ അതിമനോഹരമായ കവിതകളുടെ കാലം മാറി, ഗാനത്തിൻ്റെ കാലം മാറി. എടാ പോടാ എന്നുള്ള ലൈനിൽ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന പാട്ടിനൊക്കെ അവാർഡ് കിട്ടുന്ന പുതിയ കാലത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് വലിയ വിവാദമായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിവാദമാണ് കുട്ടികളുടെ സിനിമ. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ജൂറിയിലേക്ക് സിനിമ വിളിച്ചാൽ, അല്ലെങ്കിൽ ഒരു മത്സരത്തിന് വിളിച്ചാൽ, മത്സരത്തിന്റെ തിയറി എന്താണ്? മുകേഷ് നേരത്തെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നപ്പോൾ മുകേഷ് പറഞ്ഞൊരു വാദമുണ്ട്. അതായത് നമുക്ക് ലോകത്ത് ഒരുപാട് മിടുക്കന്മാർ കാണും, ഒരുപാട് വലിയ വലിയ ആളുകൾ കാണും, കലാകാരന്മാർ കാണും. പക്ഷെ അവരെ ഇല്ലതാ അവാർഡുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ വീട്ടിൽ പോയി വിളിക്കാൻ പറ്റത്തില്ല. അപ്പം മത്സരിക്കണം. ഒന്നിൽ അവർ നേരിട്ട് മത്സരിക്കണം, അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്ത് വരണം. അപ്പം മത്സരത്തിൽ വരുന്നതിൽ നിന്ന് ഏറ്റവും നല്ലത്, അങ്ങനെയല്ലേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ഞാനൊക്കെ ഒരുപാട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ മത്സരിക്കുന്നവരിൽ ഏറ്റവും മെച്ചപ്പെട്ടതാര്, അങ്ങനെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു പുറത്ത് കാണും. അപ്പോൾ അല്ലാതെ മത്സരിക്കുന്നവരിൽ ഏറ്റവും നല്ലതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ അവാർഡൊക്കെ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടതാണ് തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ അവർ വളർന്നു വരുന്ന തലമുറയാണ്. അതിപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡ് നിലവാരം വന്നില്ല സിനിമയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കുന്നില്ലെന്നൊരു കാര്യമില്ല. ഒരു അവാർഡ് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർ വളർന്നു വരുന്ന ടാലൻസിലുള്ള വരുന്നവർ, എന്തിനാണ് അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്? അപ്പോൾ കുട്ടികളുടെ ചലച്ചിത്രത്തിലും ഒരു വല്ലാത്ത വികാരമാണ് എടുത്തത് ഈ ജൂറി വളരെ ഭയങ്കര ഡെമോക്രാറ്റിക്കാന്ന് പറയുകയും ഇത്തരം കാര്യങ്ങളിൽ വളരെ താഴെ പോവുകയും ചെയ്തു. ഇനി മറ്റൊരു കാര്യമുള്ളത് മമ്മൂട്ടിയോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. മമ്മൂട്ടി മെഗാസ്റ്റാറാണ്, സൂപ്പർ സ്റ്റാറാണ്, ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം രോഗം കഴിഞ്ഞ് ചെറിയ ചികിത്സയെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്, ഇനിയും അഭിനയിക്കും. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ കേരളത്തിൻ്റെ രോമാഞ്ചമാണ്, എല്ലാമാണ്.
പക്ഷേ മമ്മൂക്കായോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, ഇനി അങ്ങ് കേരള സംസ്ഥാനത്തിന്റെ അവാർഡുകൾ വാങ്ങരുത്. താങ്കൾ തലേ ദിവസം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം പരിപാടി പങ്കെടുക്കുന്നു. താങ്കൾ കൈരളിയുടെ ചെയർമാനാണ്. അതുകൊണ്ട് അതുപോലത്തെ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് അവാർഡ് വാങ്ങരുത്. ഒന്ന്, ഇനി ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്നും താങ്കൾ കേരളത്തിൽ നിന്ന് അവാർഡ് വാങ്ങരുത്. യേശുദാസ് പറഞ്ഞതുപോലെ ഇനി ചെറുപ്പക്കാർക്ക് കൊടുക്കൂ, അടുത്ത തലമുറയ്ക്ക് കൊടുക്കൂ. എനിക്കിനി ദേശീയ അവാർഡ്, ഇപ്പോൾ ദാദാ ഫാൽക്കെ അവാർഡ്, സാഹിബ് അവാർഡൊക്കെ അല്ലു അർജുനും മോഹൻലാലിനും ഒക്കെ ഇപ്പൊ കിട്ടിയല്ലോ. അതുപോലെ ഇന്റർനാഷണൽ അവാർഡ്, നാഷണൽ അവാർഡുകളുണ്ട്, ഇന്റർനാഷണൽ. പിന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാരിന്റെ സിനിമാ രംഗത്തെ സിനിമാ നടനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് കൊടുക്കുന്നു. ഒരേ ഒരു അവാർഡേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അതും മമ്മൂട്ടിക്ക് വാങ്ങാം, കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ മേടിക്കാം. പക്ഷേ സിനിമയിലൂടെ ഇനി മത്സരിച്ച് ഒരു അവാർഡ് വാങ്ങുന്നത് മമ്മൂട്ടിക്കും നല്ലതല്ല, സമൂഹത്തിനും നല്ലതല്ല. കാരണം അടുത്ത വർഷം മത്സരത്തിൽ വരുമ്പോൾ മമ്മൂട്ടിയുടെ ചിത്രം പരിഗണിച്ചില്ലെങ്കിലോ? അങ്ങനെ വരാൻ പാടില്ല. മമ്മൂട്ടി ഇതെല്ലാം ക്രോസ് ചെയ്ത ഒരാളാണ്, ഈ ബാർ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയ ആളുകൾ ദയവായി കേരളത്തിൽ നിന്ന് ഇനി അവാർഡ് വാങ്ങരുത്. അത് നിങ്ങൾ സ്വയം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. മറ്റൊരാളിന് കയറി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ചിത്രം അവാർഡിന് അയക്കേണ്ട കാര്യമില്ല. ഇനി അവാർഡിന് പോയാലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചോളൂ. നടിമാരും മറ്റ് ഒരുപാട് പ്രവർത്തകരുണ്ടല്ലോ, സംവിധാനം, നിർമ്മാണം, നടി തുടങ്ങി മറ്റൊരുപാട് കാര്യങ്ങൾ, അവരെ നിങ്ങൾ പരിഗണിച്ചോളൂ. എന്നെ നടൻ എന്നുള്ള നിലയിൽ ഇനി പരിഗണിക്കണ്ട എന്നൊരു കത്തും കൂടെ കൊടുത്താൽ അങ്ങ് വളരെ വലിയ ആളാവും, വളരെ മഹാനാവും. അത് ചെയ്യണം മമ്മൂട്ടി. ഒരു കാരണവശാലും താങ്കൾ ഇനി അവാർഡ് കേരളത്തിൽ നിന്ന് വാങ്ങരുത്. പല കാരണങ്ങളാൽ വാങ്ങരുത്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ അംബാസഡറാണ് താങ്കൾ. അപ്പോൾ ഇടതുപക്ഷം ഇരിക്കുമ്പോൾ വാങ്ങുമ്പോൾ അതിന് വേറെ മാനങ്ങളുണ്ടാവും. ഈ ഒരു വിഷയം നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ ഇന്ദ്രൻസിന്, മഞ്ജു പിള്ളയെ അവാർഡിന് പരിഗണിക്കാതിരുന്ന, ആ ചിത്രം തന്നെ പരിഗണിക്കാതെ, ഹോം പരിഗണിക്കാതെ 2021 പറഞ്ഞ ന്യായം അതിൻ്റെ സംവിധായകൻ വിജയബാബു ലൈംഗികാരോപണത്തിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതേ ലൈംഗികാരോപണത്തിൽ, അതേപോലെ തന്നെ ലൈംഗികാരോപണം, കള്ളുകേസ്, കഞ്ചാവ് കേസ്, ഒരുപാട് കേസുകൾ മുന്നിൽ വന്നിട്ടുള്ള വേടന് പക്ഷേ അവാർഡ് കൊടുത്തു. അതിന് സാധാരണ വേടനെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ദളിത് ഫോൾഡറുകളുണ്ട്, ദളിത് ആക്ടിവിസ്റ്റുകളുടെ ഫോൾഡറുകളുണ്ട് ഫേസ്ബുക്കിലൊക്കെ, അവർ വന്ന് വല്ലാതെ പ്രതിരോധിക്കും. പക്ഷേ ഈ അവാർഡ് കൊടുത്തതിനെ വേറെയുള്ള ഒരുപാട് ആളുകൾ കുറ്റം പറയുകയും ചെയ്തു. അപ്പോൾ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആളുകൾ വന്ന് ഡിഫെൻഡ് ചെയ്തുമില്ല, ആരും വന്ന് ഇതിനെ പ്രതിരോധിച്ചില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ ലൈംഗികതയും കഞ്ചാവും കള്ളും ഒന്നും അംഗീകരിക്കുന്നില്ല എന്നാണ്. ഏറ്റവും വലിയ ഉദാഹരണം ദിലീപിൻ്റെ സിനിമയാണ്. ദിലീപ് കത്തി നിന്ന, വളരെ വളരെ ഉച്ചത്തിൽ നിന്ന സമയത്താണ് ഒരു നടിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അതിജീവിതയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസ് വന്നു. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം അദ്ദേഹം പല നടികളുമായിട്ടായി വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വകാര്യ ജീവിതവും നശിപ്പിച്ചു. ആ കേസിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം എടുത്ത മനോഹരമായ ചിത്രങ്ങൾ പോലും, ഒരുപാട് ചിത്രങ്ങൾ ഇല്ലാതായി, അഭിനയിക്കാൻ പറ്റുന്ന ചിത്രങ്ങളില്ലാതായി. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് വന്ന, വളരെ മനോഹരമായി വന്ന ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള ഒരു ചിത്രം വന്നു. അത് പൊളിഞ്ഞുപോയി, പപ്പടമായി പോയി. കാരണം കേരളത്തിൻ്റെ പൊതുമനസ്സ് ഈ ലൈംഗികതയും കഞ്ചാവും കള്ളുമൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ, മദ്യമൊക്കെ. പക്ഷേ എങ്കിലും പൊതുമനസ്സെന്ന് പറയുന്നത് ഒരു നന്മയുടേതാണ്. അവിടെ കള്ളും കഞ്ചാവും പെണ്ണുപിടിയും ലൈംഗികതയും ഇതൊന്നും കേരള സമൂഹം അംഗീകരിക്കുന്നില്ല. അതിന് ക്ലാസിക് എക്സാമ്പിളുകൾ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഈ വേടന് കൊടുത്തത് പുനർവിചിന്തനം ചെയ്യാമായിരുന്നു, ഇനിയും ചെയ്യാം. അതിലൂടെ ദളിതന്മാരുടെയും ദളിത് വിഭാഗത്തിലെ വോട്ട് വല്ലതും കിട്ടുമെന്ന് ഗവൺമെന്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ്, ഒരാളിൻ്റെ വോട്ടും കിട്ടാൻ പോകുന്നില്ല. പൊതുസമൂഹം അതിനെതിരാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മമ്മൂക്ക ഇതൊന്ന് ശ്രദ്ധിക്കണമല്ലോ.